നമ്മളിപ്പോൾ 15 കിലോ വാട്ട് സോളാർ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ സോളാർ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഈ സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും ഈ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ കയറി നടക്കാവുന്ന രീതിയിൽ നമ്മൾ വാക്ക് വേയും അതേപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസ് സേഫ്റ്റി മെഷർമെൻറ്റും എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ 3 ലെയേഴ്സ് ആയിട്ടാണ് പാനൽസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഏതൊരാൾക്കും ഇവിടെ വളരെ ഈസി ആയി കയറി ഇതിലെന്ത് വേണമെങ്കിലും ഒരു സർവീസ് വന്നാൽ അല്ലെങ്കിൽ ഇതിനൊരു മെയിൻ്റനൻസ് ക്ലീനിങ് വന്നാൽ അത് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പല സൈറ്റുകളിലും നമ്മൾ കാണുന്നതാണ് സോളാർ പാനൽസ് നമ്മൾ റൂഫ് ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ തന്നെ വെക്കും. പക്ഷേ ഫ്യൂച്ചർ മെയിൻ്റനൻസ് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ചെയ്തൊരു പ്ലാന്റിൽ ആ ഇൻസ്റ്റാളേഷന് വരുന്നൊരു ടീം ആയിരിക്കില്ല നാളെ മെയിൻ്റനൻസിന് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സൈറ്റിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇവിടെ നമുക്കിതൊരു വാഷ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പാനലിന് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിലോ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ഇതേപോലെ റൂഫ് ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മുകളിൽ ചെയ്യുമ്പം ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്ട്രക്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. പാനൽസിന് മാത്രം നോക്കിയാൽ പോരാ, അല്ല ഇൻവെർട്ടർ മാത്രം നോക്കിയാൽ പോരാ. സ്ട്രക്ചർ വളരെ ഡീസൻ്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനിയെ കൊണ്ട് മാത്രം നിങ്ങൾ സോളാർ പ്ലാന്റ് ചെയ്യിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റിൽ ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്ലാന്റിലേക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനോ അതിൻ്റെ മുകളിലേക്ക് റീച്ച് ചെയ്യാനോ പറ്റത്തില്ല. നിങ്ങൾ ഇതേപോലെ വാക്ക് വേയും ഇതേപോലെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഹാൻഡ് റെയിൽസും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുക.